വെക്കാൻ വല്ല യോഗ്യം പിടിക്കണ്ട. പിന്നല്ലേ ഇപ്പൊ ഇത്തിരി വ്യത്യാസമൊക്കെ ഇല്ലേ പഴയതിലും? അതുകൊണ്ടല്ല 360 തിരിച്ചു വെച്ചാൽ ഒടിഞ്ഞു. അത് ശരിയോ? അതെ, ഞാൻ തന്ന നമ്പറിൽ വിളിച്ച വിളിക്കണ്ടോ? എനിക്കറിയാം. കഴിഞ്ഞ അമ്മായിമാരെ നോക്കിയിരുന്നോട്ടെ. ഒരു വിളിച്ചാ എന്നിട്ടോ എന്തൊരു മണ്ടന. എത്ര ആളുകൾ അവളുടെ റിപ്ലൈക്ക് വേണ്ടി കാത്തിരിക്കുന്നറിയോ? ഇത്രയും മസിലുള്ള ഞാൻ തന്നെ 3 പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് അവളുടെ റിപ്ലൈ ചെയ്തത്. അതല്ലടോ, തുളസി അറിഞ്ഞാൽ വീട്ടിൽ പ്രശ്നമാവും, പിന്നെ ചത്താ മതി. പിന്നെ അടുത്ത 2 ആഴ്ച കഴിഞ്ഞാൽ മോളുടെ കല്യാണം കൂടിയല്ലേ. താൻ ഇങ്ങനെ മോളുടെ കല്യാണം ഭാര്യ എന്നൊക്കെ പറഞ്ഞ് പേടിച്ചിരുന്നു കേട്ടാ. ഒരു പരിപാടി നടക്കില്ല. ഏടോ, നമ്മൾ എന്നും ചോറും സാമ്പാറല്ലേ കഴിക്കണേ? അടക്കൊരു കുഴിമന്തി കഴിച്ചൂടെ? പിന്നെ നമ്മൾ വീണ്ടും ചോറും സാമ്പാറും അത് തന്നെ നമുക്ക് ഇഷ്ടം. പക്ഷെ എന്നാലും ഇടയ്ക്കൊരു കുഴിമന്തി, അതിനൊരു ടേസ്റ്റ് ഇല്ലേ? കുഴിമന്തി ഒന്ന് ട്രൈ ചെയ്യല്ലേ? ട്രൈ ചെയ്യണം. വിളിക്ക്, നമ്പർ എടുത്ത് വേണോ? അയക്കണം. പോയി. അടിപൊളി. രണ്ടാളും നടന്ന് ക്ഷീണിച്ചോ? അല്ല, 2-3 ദിവസമായാലോ ദാസേട്ടനെ ഇവിടേക്കൊക്കെ കണ്ടിട്ട്. ഞങ്ങള് മൂകാംബിയും ഗുരുവായൂരൊക്കെ തീർത്ഥാടനത്തിലായിരുന്നു. കണ്ടു പഠിക്കും. പിന്നെ പഠിച്ചോണ്ടിരിക്കല്ലേ? അതെ, ശാലി വീട്ടിലില്ല അല്ലേ? അങ്ങനെയാണെങ്കിലേ ഉച്ചക്ക് ഇങ്ങോട്ട് പോരെ. നല്ല ചൂടുള്ള സാമ്പാറും മട്ടേരി ചോറും നല്ല തോരനും ഒക്കെ ഉണ്ട്. നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കാതെ. വേണ്ട, വീട്ടിലെ സാമ്പാറും ചമ്മന്തിയൊക്കെ ഉണ്ട്. അത് കിട്ടുമല്ലോ. ഞാൻ പൊക്കോട്ടെ. ശരി. അതെ വിജയേട്ടാ, നാളത്തെ കാര്യം ഓർമ്മയുണ്ടല്ലോ, ഗോൾഡ് എടുക്കണമെന്ന്. എടുക്കാന്ന് പറഞ്ഞില്ലേ? അല്ല, നമുക്ക് നാളെ സമയമുണ്ടല്ലോ. വയറിനെ എന്ത് പറ്റി? ഹലോ സാർ, എൻ്റെ പേര് പിങ്കി. എന്ത് സർവീസാ വേണ്ടത്? ഹലോ. എടോ ദാസ, മെസ്സേജ് വന്നിട്ടുണ്ട്, വോയിസ് മെസ്സേജ്. എന്ത് സർവീസ് വേണോന്ന്. എന്ത് പറയണം? എന്റെ വിജയ്, ഇതൊക്കെ എന്താ പറയാനുള്ള എല്ലാ സർവീസും ആണെന്ന് പറയും. ഓക്കെ. ഹലോ പിങ്കി, എനിക്ക് പിങ്കിയുടെ അടുത്തുള്ള എല്ലാ സർവീസും വേണം. എനിക്ക് വലിയ പരിചയമൊന്നുമില്ലേ. ഓക്കെ. അയ്യടാ, എല്ലാ സർവീസും വേണോ അല്ലേ? ഓരോ സർവീസിനും ഓരോ റേറ്റാ. ഞാൻ മെസ്സേജ് അയച്ചു തരാം. അയച്ചു. എത്രയാന്ന് വെച്ചാൽ അയക്കിട്ടാ വേഗട്ടെ. ഹലോ, കുറെ ഫോട്ടോ വന്നിട്ടുണ്ട്. എന്താ ചെയ്യണ്ടേ ഇപ്പൊ? ഇത് എല്ലാ ഫോട്ടോകളും മാർക്ക് ചെയ്തിട്ട് അയച്ചോട്ടാ. പ്രത്യേകിച്ച് നീ സെലക്ട് ചെയ്ത പെണ്ണിന്റെ കാത്തിരിക്കും. സാറേ, ഞങ്ങളുടെ പുതിയ കുട്ടിയാണ്. അവൾക്ക് സാറിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സാറേ, എല്ലാം സൂക്ഷിച്ചു വേണം. ചെറിയ പെണ്ണാ. എനിക്കും ഇതിലൊന്നും വലിയ പരിചയമില്ല കേട്ടോ. ഞാൻ എവിടെയാണ് വരേണ്ടത് അത് വേഗം പറയൂ. ഞാനിപ്പോൾ സാറിന് ഒരു ലൊക്കേഷൻ അയച്ചു തരാം. സാർ അവിടെ വന്നാൽ മതി. നമ്മുടെ പയ്യൻ അവിടെ വന്ന് സാറിനെ പിക്ക് ചെയ്യും. ശരി, വേഗം അയച്ചോളൂ.
പ്രാർത്ഥന? പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എങ്ങോട്ടാ? അതെ നമ്മുടെ കുഴിമന്തി കുഴിമന്തി അല്ലല്ലോ എന്താണ് പങ്കജാശനെ കാണണമെന്ന് അത്യാവശ്യമായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ പോയിട്ട് ഇപ്പൊ തന്നെ വരാം. നിങ്ങളുടെ വെപ്രാളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു നിങ്ങളേതോ പെണ്ണ് കാണാൻ പോവാന്ന്. അതെ, നീ 2 ആഴ്ചയും കൂടെ ഉള്ളൂ കേട്ടോ മോളുടെ കല്യാണത്തിന്, അത് മറക്കണ്ട. കൊച്ചു കള്ള കടിച്ചിട്ട് ഓഫീസറുണ്ടല്ലേ. ഞാൻ ഇന്നലെ നിന്നെ ഇതറിയാൻ വേണ്ടി അത്ര പ്രാവശ്യം ഫോൺ ചെയ്തേ. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കല്ലേ. പറ 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 എന്താ ഇതേ കടിച്ചു ചോപ്പിച്ചതല്ല, അടിച്ചു ചോപ്പിച്ചതാ. അയ്യോ, അല്ല താനെന്താ പറഞ്ഞത്? ബിരിയാണി കഴിക്കണ, കുഴിമന്തി കഴിക്കണ? താൻ എത്ര പ്രാവശ്യം അവിടെ പോയെന്നാ പറഞ്ഞ? സത്യം പറയട്ടെ ചോദിക്കുക, ഞാൻ പുറത്തുനിന്ന് ഒരു മുട്ട പപ്സ് ഒരു പേർ കഴിച്ചിട്ടില്ല, എന്നിട്ടല്ലേ കുഴിമന്തി. അവരെന്നെ പിടിച്ച് തല്ലി ആ മൊബൈൽ ഫോണും മേടിച്ചിട്ട് എന്റെ കയ്യിലുള്ള പൈസയും മേടിച്ചെടുത്ത്. എടോ തനിക്കറിയോ, ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞിരുന്ന ബൈക്കിൽ നിന്ന് വീണപ്പോ മൊബൈൽ ഫോൺ പോയെന്നാ. എന്റെ വീട്ടുകാരെങ്ങാനും അറിഞ്ഞ പ്രശ്നമായ തന്റെ പേര് എഴുതി വെച്ച് ഞാൻ ആത്മഹത്യ ചെയ്യും. ഇവരെന്നെ കൊന്നല്ലപ്പോ. ഇല്ലെങ്കിൽ നിങ്ങൾ ഞാൻ കൊല്ലും. എന്താ ദാദിട്ട് വരൂ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാം. അയ്യോ, ഉപവാസത്തില. അത് നല്ലതാ, ഇടയ്ക്കൊരു ഉപവാസം എടുക്കുന്നൊക്കെ. വിജയേട്ടൻ എന്താണ് നിന്നെ? വിജയേട്ടൻ ഇന്നലെ എന്നോട് നോണയല്ലേ പറഞ്ഞത്? വണ്ടി ഇടിച്ചപ്പോ മൊബൈല് പോയിന്നല്ലേ പറഞ്ഞത്? ദേ ഇപ്പൊ ഒരു പയ്യൻ കൊണ്ടുവന്ന് തന്നിട്ട് പോയതാ മൊബൈല്. ഈ മൊബൈൽ തന്നെയല്ലേ കളഞ്ഞു പോയത്? ഇതേ കടയിൽ വെച്ച് മറന്നു പോയിന്നാ പറഞ്ഞത് ആ പയ്യൻ. എന്റെ ദാസേട്ടാ, ഈയിടെ ആയിട്ടേ ഈ വിജയേട്ടന് നല്ല ഓർമ്മക്കുറവുണ്ട് കേട്ടോ. ഞാൻ പോലീസിൽ വിവരം അറിയിച്ചു, അവരെല്ലാവരും അറസ്റ്റ് ചെയ്തു. നമുക്ക് വീട്ടിൽ പോവാം. നീ എല്ലാം പറഞ്ഞല്ലേടാ? ഞാൻ എല്ലാം പറഞ്ഞു, അതൊക്കെ പോട്ടെ. എന്നെ തല്ലുകാര് നീ ആരോടും പറയരുത് കേട്ടോ. ഞാൻ ആരോടും പറയില്ല. എനിക്ക് കിട്ടി. കല്യാണം കഴിഞ്ഞ് ഫ്രീ ആയി ഉത്തരവാദിത്തം നോക്കല്ലേ.
അതെ ഞാൻ ഫ്രീ ആയി. അതെയാ? എല്ലാ പ്രാരാബ്ദങ്ങളും മാറി. അടിപൊളി. ആ കല്യാണത്തിനെ ഒരു മഞ്ഞ സാരി എടുത്തു വന്നിട്ടുണ്ടാവില്ലേ ആ ചെക്കൻ്റെ അമ്മായി? അപ്പൊ താൻ അതിനെ ശ്രദ്ധിച്ചല്ലേ? ഇവിടെ ഇപ്പഴായ പിന്നെ തുളസിക്ക് ഭയങ്കര സംശയം. ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല, പരിചയമില്ലാത്ത ഒരു നമ്പറിൽ ഒരു മെസ്സേജ് എടുക്കരുത്. ഒന്നും വേണ്ട. ധാരപ്പ ഈ നേരത്തെ മെസ്സേജ്, ആ മെസ്സേജിന്റെ കാര്യം പറയുമ്പോഴേക്കും മെസ്സേജ് വന്നിട്ടോ. എടുക്കാച്ചായിട്ടാണല്ലോ. ആ ഒന്ന് ട്രൈ ചെയ്താലോ? ഞാൻ ഇനിയും ട്രൈ ചെയ്യാം.